കണ്ണൂർ ജില്ലയിലെ തീരദേശ പഞ്ചായത്താണ് മുഴപ്പിലങ്ങാട്. ഈ പ്രദേശത്ത് നന്മ നിറഞ്ഞ മനുഷ്യസ്നേഹികളാൽ ഒരുക്കപ്പെട്ട ഒരു സന്തോഷ ഭവനമുണ്ട്. മുഴപ്പിലങ്ങാട് മഠത്തിനു സമീപം 1 കിലോമീറ്റർ സഞ്ചരിച്ച് ജവാൻ റോഡിലൂടെ ഇവിടെ എത്താം. പരാതിയും പരിഭവങ്ങളും നൊമ്പരങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്നും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള നന്മ നിറഞ്ഞ തറവാട്. പൂർണമായും കാഴ്ച നഷ്ടപ്പെട്ട സൈനബയും മക്കൾ പുറംതള്ളിയ ഷീലയും ഉമ്മ മരണപ്പെട്ടതോടെ ഉപ്പ ഉപേക്ഷിച്ച ഓട്ടിസം ബാധിച്ച 28-കാരി ഷഫ്നയും തുടങ്ങി തെരുവിലും റെയിൽവേ സ്റ്റേഷനുകളിലും കടവരാന്തകളിലും ദുരിതപർവം അനുഭവിക്കേണ്ടി വന്നവർക്കും സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും സാന്ത്വന സ്പർശമാണ് തറവാട്. മരുന്നും മന്ത്രവും തറവാടിലെ സ്നേഹപരിചരണവും ആശ്വാസകിരണമാവുമ്പോൾ വാർദ്ധക്യത്തിലും ശിശുഭാവത്തിലെന്ന പോലെ നിഷ്കളങ്കമായ ഈ പുഞ്ചിരി ദൈവത്തിന്റെ കാരുണ്യം തന്നെയാണ്. തറവാടിന്റെ ആരംഭം മുതൽ ഇവിടെയുള്ള നബീസ ഇന്ന് ക്യാൻസർ രോഗത്തോട് മല്ലടിക്കുകയാണ്. കുറെ കാലം ഞാൻ 10-38 കൊല്ലം ആരാന്റെ വാക്കിന് ജീവിച്ചു, നയിക്കാൻ കഴിഞ്ഞില്ല. തീർത്തും അനാഥരായ അല്ലെങ്കിൽ തൊട്ടടുത്ത ആളുകൾ, ബാധ്യസ്ഥരായ ആളുകളുടെ സംരക്ഷണം തീരെയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ തറവാടിലേക്ക് ആളുകൾക്ക് പ്രവേശനം നൽകാറുള്ളൂ. നാളെ ഇങ്ങ് വന്നിട്ടുണ്ട്, കാലിന്റെ മുട്ട് തച്ചു മുറിച്ചളെന്ന് പറഞ്ഞ് എന്റെ നേരികളി എന്നെ എത്തി. അന്നേരം ഞാൻ അവിടെ പോയിട്ടില്ല. സ്ത്രീ സുരക്ഷ ഏറെ വെല്ലുവിളി നേരിടുന്ന വർത്തമാനകാലത്ത് ഹസീനയെ പോലുള്ളവർക്ക് തറവാട് ഒരു സുരക്ഷിത കേന്ദ്രമാണ്. എന്റെ ഉമ്മാമന്റെ ആങ്ങളെന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ 3-4 മാസം ഞാൻ അവിടെ നിന്നപ്പം പറഞ്ഞു, ഇനിയോളം ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഓളെ ഇനി വേറെ സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തണം എന്ന് പറഞ്ഞു. മുഴപ്പിലങ്ങാട് തറവാട് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചോദിച്ചു നോക്ക്, അവിടെ എന്തായാലും ഓളെ നിർത്താൻ പറ്റൂല. വീട്ടിലാരുമില്ല, ഉമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഒറ്റക്കായിട്ട്. ചിലർക്ക് തങ്ങളുടെ അനുഭവം എന്താണെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ. ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഇവരുടെ ഈ സ്നേഹവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തറവാടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് 27-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. സ്ത്രീകൾ അന്തേവാസികളായതിനാൽ രാപ്പകൽ സേവന സന്നദ്ധരായ വനിതാ വിഭാഗവും സജീവമാണ്. ഇത്രയേറെ ജീവിതങ്ങളെയും വഹിച്ചുള്ള തറവാടിന്റെ പ്രയാണത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയാണ് ഡെയ്സിയുടെ വിവാഹം. 2017 മാർച്ച് 12-നാണ് ഈ ചരിത്ര മുഹൂർത്തത്തിന് തറവാട് വേദിയായത്. തറവാടിൽ നിന്നും വിവാഹിതയാകുന്ന ആദ്യത്തെ അന്തേവാസിയാണ് ഡെയ്സി. അച്ഛനും അമ്മയും അനാഥ മന്ദിരത്തിൽ ഉപേക്ഷിച്ചുപോയ ഡെയ്സിയെ പാനൂർ സ്വദേശിയായ വിജേഷിന് കൈപിടിച്ചു നൽകാൻ പിതൃസ്ഥാനത്തുണ്ടായിരുന്നത് തറവാടിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ഫസൽ ബാത്തലയാണ്. ഹിന്ദു വിവാഹാചാരപ്രകാരം കന്യാദാനം എന്ന മഹത്തായ കർമ്മം അദ്ദേഹം നിർവഹിച്ചത് ചരിത്ര സാക്ഷ്യമാണ്. തറവാടിന്റെ മുറ്റത്ത് പന്തലൊരുക്കി ഡെയ്സിയെ മൈലാഞ്ചി അണിയിച്ച് ഇശലിന്റെ ഈണവും ഒഴുകിയപ്പോൾ അത് അനർഘ നിമിഷമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻമന്ത്രിമാരായ KP മോഹനൻ, ഡോക്ടർ MK മുനീർ, വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരൊക്കെ തറവാട് സന്ദർശിക്കുകയും പ്രവർത്തനത്തിലെ നന്മയെ പ്രകീർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തറവാട് വിഭാവനം ചെയ്ത കെട്ടിടം സാമ്പത്തിക പരാധീനതകളാൽ പൂർത്തീകരിക്കാനാവാത്ത അവസ്ഥയാണ്. പരാധീനതകൾക്കിടയിലും ട്രസ്റ്റ് തറവാടിന് സമീപം പുഴയോരത്ത് 1 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. വിഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും താമസിക്കാനുള്ള ട്രസ്റ്റിന്റെ 2ാമത്തെ സംരംഭമായ നെസ്റ്റ് ഇവിടെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ സംരംഭമായ ഡയാലിസിസ് കേന്ദ്രവും വയോജന വിശ്രമ കേന്ദ്രവും തുടർന്നുള്ള സ്വപ്ന പദ്ധതികളാണ്. തറവാടിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ശരീരമായും മനസ്സായും സാമ്പത്തികമായും നിങ്ങൾ കൂടെ ചേരുമ്പോൾ തറവാട് മാനവ ഐക്യത്തിന്റെ കൂടി ഭവനമായി മാറും. അഹങ്കാരത്തിന്റെ മൂർത്തീഭാവമായ നമ്മിൽ ചിലരുടെ പ്രവൃത്തികളാണ് ഇവരെപ്പോലെയുള്ള ജന്മങ്ങളെ ഇത്തരം കേന്ദ്രങ്ങളിലെത്തിക്കുന്നത്. അവിടെ ഇവർക്ക് കരുത്തായി നമ്മളുണ്ടാവും, കൂടെ നിങ്ങളുമുണ്ടാവണം. ഇത് ഒരു അനാഥ മന്ദിരമോ വൃദ്ധസദനമോ അല്ല, നന്മ നിറഞ്ഞ മനുഷ്യസ്നേഹികളാൽ നിർമ്മിക്കപ്പെട്ട തറവാട്.